ജോലി കഴിഞ്ഞ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന് ഡ്രസ്സ് മാറി പാറുവിന് ചായ കൊടുത്തു. പിന്നെ ഇന്നലെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയതായിരുന്നല്ലോ. പാറുവിന് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. നല്ല ഛർദിൻ്റെ നല്ല ക്ഷീണമുണ്ട്. നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കിടപ്പ് തന്നെയാണ്. നമ്മുടെ ഈ കുന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയും. 10 ദിവസം വെള്ളം വന്നാൽ പിന്നെ 20 ദിവസം വെള്ളം വരില്ല. പൈപ്പ് കണക്ഷനാണ് നമുക്ക്. നല്ലൊരു ഓണ സമയങ്ങളായതുകൊണ്ട് വെള്ളമില്ല. എന്തോ ഒരു മെഷീൻ അതിൻ്റെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയി കാണും. വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും അതിൻ്റെ പണി കഴിയുമെന്ന് പറയുന്നുണ്ട്. നാളെ വെള്ളം പ്രതീക്ഷിച്ച് വന്നാൽ മതി. 3-4 ദിവസമായിട്ട് വെള്ളം വരണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഒരുപാട് വെള്ളച്ചെലവ് ഇല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് ശ്രദ്ധിച്ചില്ല എന്നാണ് അറിയണത്. ടാങ്കിലൊക്കെ വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ടാങ്കിൽ വെള്ളം ഇല്ല. മോട്ടർ എന്തോ പ്രശ്നം. എന്താണ് അതിൻ്റെ പേര് പറഞ്ഞു, അത് ഓർമ്മയില്ല. ആ സംഭവം കേട്. ഇപ്പോൾ തീരെ വട്ടല്ലേ. അതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് വേണം പാത്രം കഴുകാൻ. ഇന്നലെ വന്നപ്പോൾ സമയം 9-9:30 ആയി. ജോലി കഴിഞ്ഞിട്ടാണല്ലോ പോയത്. ജോലി കഴിഞ്ഞിട്ടാണ് പോയത്. വന്നിട്ട് അപ്പോൾ വലിയ കാര്യമായിട്ട് പണിയൊന്നും എടുത്തില്ല. വന്നിട്ട് ചെയ്യാൻ നിർത്തിട്ട് അതുപോലെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളായതുകൊണ്ട് മനസ്സങ്ങോട്ട് വിചാരിക്കുന്നിടത്തേക്ക് ശരീരത്തില്ല. രാവിലെ അത്യാവശ്യം കുഞ്ഞിനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് പോയി. വന്നപ്പോൾ കിടക്കുന്നു. എന്ത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നാളെ ഉത്രാടമായി. ദൈവമേ, നാളത്തേക്ക് വെള്ളം വരുമെന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വണ്ടി വെള്ളം ശരണം. വണ്ടി വെള്ളത്തിന് ഒരു വണ്ടിക്ക് 500 രൂപ. പിന്നെ തിരുവോണം കഴിഞ്ഞിട്ട് അവിട്ടത്തിൻ്റെ അന്ന് പാറുവിൻ്റെ അവിടുത്തെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തിരുവോണം എന്ന് പറയുന്നത് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് പറക്കി കഴിച്ചാൽ മതി. നമ്മൾ കരുതേണ്ടത് അവിട്ടത്തിൻ്റെ അന്നാണ്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് അവരെ നല്ല സ്വീകരിക്കണ്ടേ. അതാണിപ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവൻ. ഓണക്കോടി കരുതണം, അല്ലെങ്കിലും എടുക്കണം. അവിടെ അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഇവർ 2 പേരുണ്ട്. ഇവർക്കുള്ള ഓണക്കോടി എടുക്കണം. പിന്നെ ഭക്ഷണം റെഡിയാക്കണം. അങ്ങനെ ഞാൻ ഒരാൾ എന്തെല്ലാം കാര്യങ്ങളാണെന്നറിയോ ചെയ്തു കൂട്ടുന്നത്. ഒരാൾക്കും മനസ്സിലാവില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് മാത്രം അറിയും. ഈ വാതിലൊന്ന് അടച്ചിട്ടാൽ ചിലപ്പോൾ ലേശം വെളിച്ചത്തിനൊരു അതന്നെ ആ വാതിൽ വെളിച്ചം ഇല്ലാണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ. എന്നെ കാണാലോ. ഇത്ര ദൂരെ ആകുമ്പോൾ നമ്മൾ തന്നെ കഴിയും. അപ്പോൾ ഞാൻ ഇത്തിരി നേരം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് പിന്നെ എൻ്റെ പണി എടുത്തോളാം. അല്ലാതെ നടക്കില്ല. രണ്ടും കൂടി നടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോടല്ലേ. 2 ദിവസം അല്ല, ഒരു 2 വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നു. അത് കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. 2 ഇത്തിരി നീളമുള്ള വീഡിയോസാണ്. ഒന്നൊരു 4 മിനിറ്റ് അടുത്തും, ഒന്നൊരു 6-7 മിനിറ്റ്. അതിൽ ഞാൻ എൻ്റെ കുറച്ച് കഥകൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ ഒരു അല്പസമയം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പണികളിലേക്ക് പോകണം. 98-99 ഞാൻ 10 എഴുതിയത്. പിന്നെ 2 വർഷം അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും തൃശ്ശൂർക്ക് വന്നു. ഇവിടേക്ക് ഇവിടേക്ക് വന്നപ്പോൾ നമ്മുടെ ഈ സ്ഥലം മുഴുവനുണ്ടല്ലോ കശുമാവും തോട്ടം. അയ്യോ, എന്തൊരു കശുമാവും തോട്ടമായിരുന്നു അറിയാമോ! റോഡിൻ്റെ 2 സൈഡിലും. പിന്നെ പണിക്കാരെ നിർത്തിയിട്ടാണ് കശുവണ്ടി പറക്കണത് ആൾക്കാർ. അത് പറക്കിയിട്ട് ഒരു സ്ഥലത്ത് കൂട്ടും, എന്നിട്ട് അവിടുന്ന് ഉരിഞ്ഞെടുക്കും. അങ്ങനെ വണ്ടിയിലൊക്കെ കശുവണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുപോലൊരു സ്ഥലം. പിന്നെ നല്ല കൃഷിയാണ് ഇവിടെ മുഴുവന്. എങ്ങനത്തെ കൃഷിയാണെന്നറിയോ? കുമ്പളം, പടവലം, പാവൽ, ഇങ്ങനെയുള്ള കുമ്പളത്തിന് മാത്രമല്ല, കുമ്പളം അങ്ങനെ നിലത്തോടെ പടർത്തിയിട്ട് അത് ഒരാളുടെ നീളമുള്ള കുമ്പളമൊക്കെ ഉണ്ടാവും. ഈ കുമ്പളങ്ങി ഞാനിവിടെ വന്നിട്ട് ആദ്യം കണ്ടതാണ്. അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ ഇങ്ങനെ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പത്തൊക്കെ ചെറിയ കുമ്പളങ്ങി, അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഒരാളുടെ നീളമുള്ള കുമ്പളങ്ങിയൊക്കെ കണ്ടു. അങ്ങനെ അപ്പോൾ അതിൻ്റെ പണിക്കൊക്കെ ഞാൻ പോകും കേട്ടോ. വിളിക്കുമ്പോൾ അങ്ങനെ പോകും. ഈ കുന്നും മലയും ഒക്കെ കയറി ഇറങ്ങി ചവറിയ മുക്കാനും ഈ കുമ്പളത്തിൻ്റെ കൃഷിക്ക് ആ ചവറിടാനും ഒക്കെ ആയിട്ട് ഒക്കെ പോകും. വിളിക്കുന്ന പണികൾക്കൊക്കെ പോകും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും 1 തൊട്ട് 10 വരെ ഒന്നിച്ച് പഠിച്ചു. ഞങ്ങൾ കളിക്കൂട്ടുകാരായിട്ട് വളർന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് 2-3 വിവാഹം. അവിടെ എന്നെക്കാൾ ഒരു അല്പം സൈസ് കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം കല്യാണങ്ങൾ വന്നതെല്ലാം എനിക്ക്. അന്നേരം ആദ്യത്തേതൊക്കെ ഇങ്ങനെ തട്ടിമാറ്റി. ഒന്നാമത് കാര്യം, നമുക്ക് സ്ത്രീധനം കൊടുക്കാനില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ആരും വെറുതെ കൊണ്ടുപോകില്ലല്ലോ. ഇന്നത്തെ കാലത്തൊക്കെ വെറുതെ കൊണ്ടുപോകും, അന്നൊന്നും പെൺകുട്ടികളെ വെറുതെ കൊണ്ടുപോകില്ല. അങ്ങനെ ആ കല്യാണങ്ങളൊക്കെ മുടങ്ങിയെന്നല്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവ് കല്യാണം ആലോചിച്ചു. കൂട്ടുകാരായിട്ട് പറഞ്ഞിട്ടൊക്കെ എൻ്റെ വീട്ടിൽ അറിയിപ്പെത്തി. അങ്ങനെ കല്യാണം നടന്നു. വീട്ടിൽ വെച്ച് താലി കെട്ടി. ആളുടെ വീട്ടിലെ സദ്യ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയും ബീഫും ചാരായും. അപ്പോൾ പക്ഷെ നമുക്ക് അന്നൊരു ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ തലേദിവസം വൈകിട്ടാവണം താലി കെട്ടാൻ കൈയൊന്നും ഉറക്കുന്നില്ല. എൻ്റെ മക്കൾ കെട്ടാനെ ചീത്ത പറയും. അമ്മ അച്ഛനെ കുറിച്ച് കുറ്റം പറയാണ്. പക്ഷെ അനുഭവിച്ച് ഒരു 17 വർഷക്കാലം അനുഭവിച്ചു നല്ലതുപോലെ. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇതൊക്കെയാണ് ജീവിതം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ജീവിച്ചു, അത്ര തന്നെ. പിറ്റേ വർഷം ശാലുണ്ടായി കഴിഞ്ഞിട്ട് ആൾക്ക്, എൻ്റെ ഭർത്താവിന് സിമെൻറ്റിൻ്റെ അലർജി ഉണ്ട്. ഒരു ദിവസം പണിക്ക് പോയാൽ 9 ദിവസം പണിക്കാൻ പറ്റില്ല. അത് പണിക്ക് പോകുന്നത് തന്നെ ഒരു വിരൽ നടത്തേണ്ട ഗുളികയൊക്കെ വിഴുങ്ങിയിട്ടാണ്. ഇതെന്താണെന്ന് എന്നോട് പറയണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കയ്യിൽ വരും. ഈ കൈയുടെ പുറത്തെ ഈ കരിന്തോൽ, ഈ സ്കിന്നിൽ ഇതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതുപോലെ ആൾക്ക് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഞാൻ എൻ്റെ ശാലുവിനെ 5 മാസം ഗർഭിണിയായിരിക്കുന്ന 5-7 മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ പുതുക്കാടൊരു രാപ്പാള് വൈദ്യരുണ്ട്. രാപ്പാള് വേലൻ എന്നാണ് അവിടെ പറയപ്പെടുന്നത്, അറിയപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആളുടെ അടുത്തേക്ക് നമ്മൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ ആമ്പല്ലൂർ 1-2 ചേട്ടന്മാർ ഓട്ടോറിക്ഷ ആമ്പല്ലൂർ ഓടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അവർ പുലർച്ചയെ പോകും. അപ്പോൾ ഞങ്ങൾ 2 കൂടി റെഡി ആയിട്ട് ആ വണ്ടിയിൽ വരും. കാരണം പണിക്ക് പോകാൻ പറ്റില്ലല്ലോ, അന്ന് എനിക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. ആ വണ്ടിയിൽ കയറിയിരിക്കും. അപ്പോൾ ആമ്പല്ലൂർ വരെ ഫ്രീ ആയിട്ട് നമുക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് 25 രൂപ കൊടുത്തിട്ട് പുതുക്കാട് ഈ രാപ്പാട് വൈദ്യരുടെ അടുത്ത് പോകും. വൈദ്യുതി തന്ന മരുന്ന് വീട്ടിൽ കൊണ്ട്. അപ്പോൾ തിരിച്ചതുപോലെയല്ല, തിരിച്ച് ആ ചേട്ടൻ്റെ വണ്ടി തന്നെ ആമ്പല്ലൂരെത്തും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ബസ്സിൽ കയറിയിട്ടൊക്കെ ഇങ്ങോട്ട് പോയി. അപ്പോൾ കുറച്ച് പൈസ ലാഭിക്കാനും ഈ കൈകൾ ഒരിടത്തും പിടിക്കാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നത്.
എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അരച്ചും ഇടിച്ചും പൊടിച്ചും അത് കുറേ പച്ചമരുന്നുകൾ ഇങ്ങോട്ട് തന്നിട്ട് അത് ഇടിച്ച് പൊടിച്ചിട്ട് എണ്ണയിൽ കാച്ചിട്ട് ഇതൊരു മണൽ പരുവത്തിലാവണം നമ്മൾ ഈ ഇടുന്ന പച്ചമരുന്നുകൾ. ആ പരുവം വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് ഞാൻ എൻ്റെ അച്ഛന് കൊടുത്തു ആ ജോലി. അച്ഛനാകുമ്പോൾ അറിയാലോ, കാരണന്മാർക്കൊക്കെ ഇതേക്കുറിച്ച് നല്ല പരിചയമുണ്ടാവും. പിന്നെ ത്രിഫല എന്ന് പറഞ്ഞിട്ട് കടുക്ക, താന്നിക്ക, നെല്ലിക്ക, ഇത് മൂന്നും വെള്ളത്തിൽ തിളപ്പിച്ച് അങ്ങനെ ഇട്ടേക്കാണ്. ഈ കൈകൾ മാത്രമല്ല കാലുകളും ഉണ്ട്. ഈ കൈകാലുകൾ കഴുകാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തിളപ്പിച്ചിടും. എന്നിട്ടത് കുറേശ്ശെ എടുത്ത് ചൂടാക്കിയിട്ട് കഴുകും. കഴുകണ സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവും കൈകളിലൊക്കെ നിറച്ച്. അതൊക്കെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണെന്നറിയുമോ? ഈ തേങ്ങ പൊതിക്കുമ്പോൾ ഉള്ള ആ ബലമുള്ള നാരില്ലേ, അത് ഈ ചകിരി നാര് അതെടുത്തിട്ടാണിത് പൊട്ടിച്ചിട്ട് ഞെക്കിക്കളയും. അപ്പം ഞാനിത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ ആൾക്കും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ നോക്കി 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 കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ കഴിക്കാനുള്ള മരുന്നും ഗുളികയും കഷായമൊക്കെ നമ്മൾ വെക്കുക കേട്ടോ. ഇത്ര അളവിൽ വെള്ളത്തിൽ വെച്ചിട്ട് അത് ഇത്രയാക്കി കുറച്ച് അങ്ങനെയൊക്കെ നോക്കി ഏതാണ്ട് അസുഖം ഭേദമായി തന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ മോളെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ, അന്ന് ജില്ലാ മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ട്, ഇവിടെ ടൗണിലാണ്. ഇപ്പം അത് അങ്ങോട്ട് മാറ്റി, അത്താണി ആ ഭാഗത്തേക്ക് കുറേ കൂടെ ദൂരേക്ക് പോയി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഞാനും എൻ്റെ അമ്മയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ശാലുണ്ടായ സമയത്തോടുകൂടി ആൾക്ക് വീണ്ടും ഒരു തവണയും കൂടെ ഈ അസുഖം വന്നു. പിന്നെ ആൾക്ക് ജീവിതത്തിൽ ഈ അസുഖം വന്നിട്ടില്ല. അതാണ് തകർച്ചയുടെ ഒരു പ്രധാന കാരണം. ചിലപ്പോൾ അഹങ്കാരം മനുഷ്യന് വന്നാലത്തെ ഒരവസ്ഥയുണ്ടല്ലോ, അതല്ലേ. അങ്ങനെ ശാലുണ്ടായി 4 വർഷമായപ്പോഴത്തേക്ക്. അപ്പം ശാലുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു കുന്നും പ്രദേശങ്ങളായത് കാരണം നമുക്കൊരു പലചരക്ക് കട തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പലചരക്ക് കട ഇട്ടു. അപ്പോൾ ഈ ഇതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ.